ക്യാൻസർ എന്ന രോഗം ബാധിക്കുന്ന നടീനടന്മാരെയും അതുപോലെ സാധാരണ ആൾക്കാരെയുമൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അവർക്ക് സന്തോഷം നൽകുകയും ചെയ്യുന്നതിൽ സാമൂഹ്യ പ്രവർത്തക എന്ന രീതിയിൽ നടി സീമാജി നായർ വളരെയധികം പ്രശസ്തയാണ്. ഇപ്പോഴിതാ പഴയകാല നടി, മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ നടി സലീമയ്ക്ക് കൂടി ക്യാൻസർ ആയിരുന്നു എന്നാണ് നടി സീമ പങ്കുവെക്കുന്നത്. ഇപ്പോൾ മെലിഞ്ഞ് ഉണങ്ങി ആകെ ക്ഷീണിച്ച അവസ്ഥയിലാണ് സലീമയെ കാണുന്നത്. പണ്ടുകാലം അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ പോലും തന്നെ അധികം വണ്ണമില്ലാത്ത ശരീരപ്രകൃതമായതുകൊണ്ട് തന്നെ ഇത്രയും ക്ഷീണിച്ചത് ആരും കരുതിയിരുന്നില്ല. എന്നാൽ വലിയ വ്യത്യാസമാണ് ശരീരത്തിൽ സലീമയ്ക്ക് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഓറൽ ക്യാൻസർ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിലും അത് ശരീരത്തിനെ മൊത്തമാകെ ബാധിച്ചിരിക്കുകയാണ് എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നത്. സലീമയ്ക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വരേണ്ടി വന്നത് വളരെയധികം ദുഃഖകരമായ ഒന്നായി തന്നെ പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ചെന്നൈയിലാണ്, ഷൂട്ടിങ്ങിന് വന്നതാണ്. കുറേ നാളുകൾക്ക് മുന്നേ സലീമ എന്നെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞ് സീമ പങ്കുവച്ചിരുന്ന കുറിപ്പും ചിത്രവും കൂടി ആയപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി മാറിയത്. മുൻ പരിചയമില്ല, ഞങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ടുമില്ല. ചെന്നൈയിലേക്കുള്ള വരവിൽ എനിക്ക് കഴിഞ്ഞ 2 പ്രാവശ്യം കാണാൻ പറ്റിയിരുന്നില്ല. ഇന്നലെയാണ് ആദ്യമായി കണ്ടത്. എൻ്റെ കൂടെയുള്ളത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഇത് നഖക്ഷതങ്ങൾ എന്ന മലയാളത്തിലെ ഏറ്റവും ഹിറ്റ് ഗാനങ്ങളുള്ള സിനിമയിലെ ആരണ്യത്തിലേക്കുമുള്ള നായികയായിരുന്നു. ഒളിച്ചിരിക്കാൻ വള്ളിക്കുടിലൊന്നൊരുക്കി വെച്ചില്ലേ, ആ പാട്ടൊക്കെ ഈ നടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും, സ്വാഭാവികമാണ്. ഇന്നത്തെ തലമുറ പോലും കേട്ട് രസിക്കുന്ന 90s ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന തലമുറയ്ക്ക് വളരെയധികം തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഏറ്റെടുക്കാൻ പറ്റുന്ന വാർത്തയായി മാറുന്നു. ആരാധകരെല്ലാവരും ഈ ചിത്രം കണ്ടിപ്പോൾ ഏറ്റെടുക്കുകയാണ്. ഇത് കണ്ടതോടെ പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായി. ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുൻപേ സലീമയ്ക്ക് ഓറൽ ക്യാൻസർ വന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ അതെല്ലാം മാറി. ഇപ്പോൾ തമിഴിൽ അഭിനയിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് നിറയെ മലയാളികളും മലയാള സിനിമകളും ഇവിടുത്തെ ഓർമ്മകളുമാണ്. ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവർക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് പേരോട് ഞാൻ സഹായം ചോദിച്ചിരുന്നു. തിരക്കുകൾ കൊണ്ടാവാം പലർക്കും സഹായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നടൻ വിനീത് അവരെ പോയിക്കൊണ്ടിരുന്നു. ശ്വേത മേനോൻ വിളിച്ചിരുന്നു. അങ്ങനെ ചിലർ മാത്രം. ലൈം ലൈറ്റിൽ വലിയ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. അത് കഴിഞ്ഞാൽ ആർക്കും ആരെയും അറിയില്ല. മലയാളത്തെയും മലയാളിയെയും സ്നേഹിക്കുന്ന സലീമയ്ക്ക് മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അവർ കിടപ്പിലായി പോയെന്നും പ്രചരണമുണ്ട്. ഇപ്പോൾ അങ്ങനെയല്ല. മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് കാശിന് അത്യാവശ്യമുണ്ട്. അവർക്ക് വർക്കാണ് ഇപ്പോൾ വേണ്ടത്. അത് സിനിമയിലായാലും സീരിയലിലായാലും എന്നായിരുന്നു സീമയുടെ കുറിപ്പ്. എന്ത് ഭംഗിയായിരുന്നു കാണാൻ. ഇപ്പോൾ ചിരി അതുപോലെ തന്നെയുണ്ട്. മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറി. അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയുരാരോഗ്യ സൗഖ്യവും അങ്ങനെ തന്നെ കഴിയാനും പ്രാർത്ഥിക്കുന്നു. ഇതാണ് പ്രേക്ഷകരെല്ലാവരും എഴുതിയത്. നല്ല ഭംഗിയുണ്ട് ഇപ്പോഴും, എന്നാൽ ക്ഷീണിച്ചാകെ അവശയ നിലയിലാണ്. ക്യാൻസർ എന്ന രോഗം മനുഷ്യനെ തിന്നുന്നത് ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.